ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലെപ്രസിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, TB അല്ലേ. സോ ഇന്ന് നമ്മൾ അതിൻ്റെ തന്നെ മറ്റൊരു സ്പീഷീസ് ആയിട്ടുള്ള ലെപ്രയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെപ്രസി നമുക്ക് തുടങ്ങാം. മൈക്കോബാക്ടീരിയം ലെപ്രെ. ലെപ്രസി ഓൾസോ നോൺ ആസ് ഹാൻസൻസ് ഡിസീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇറ്റ്സ് എ ക്രോണിക് ഇൻഫെക്ഷൻ ഓർ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രെ. അപ്പോൾ മൈക്കോബാക്ടീരിയം ലെപ്രെ ഫോം ചെയ്യുന്ന ഇറ്റ്സ് എ ക്രോണിക് ഇൻഫെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാൻസൻസ് ഡിസീസ്. The disease mainly affects the skin, the peripheral nerves, mucosal surfaces of the upper respiratory tract and the eyes. എവിടെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്? സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ പെരിഫറൽ നെർവ്സ്, നെർവ് ട്രങ്ക്സ് എന്ന് പറയും. ഓക്കെ, ദെൻ മ്യൂക്കോസൽ സർഫസസ് ഓഫ് ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ദ ഐസ്. എവിടെയൊക്കെ മ്യൂക്കോസൽ കവറിംഗ് ഉണ്ടോ അവിടെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും അതുപോലെ തന്നെ ഐസിലുമാണ് അഫക്റ്റ് ചെയ്യുക. Leprosy is also known to occur at all ages, ranging from early infancy to very old age. അപ്പോൾ ലെപ്രസിയെ സംബന്ധിച്ചിടത്തോളം ആരും വെറുതെ വിടത്തില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, ഓൾഡ് ഏജിലുള്ള ആൾക്കാർ വരെ എന്ത് ചെയ്യാം, ഇത് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം. ലെപ്രസി ഈസ് ക്യൂറബിൾ ആൻഡ് ഏർലി ട്രീറ്റ്മെന്റ് അലേർട്സ് മോസ്റ്റ് ഡിസബിലിറ്റീസ്. ലെപ്രസി എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം ഉള്ള സംഭവമൊന്നുമല്ല, ക്യൂറബിൾ ആണ്. പക്ഷേ ഏർലി ട്രീറ്റ്മെന്റ് അവേർഡ്സ് മോസ്റ്റ് ഡിസബിലിറ്റീസ്. അപ്പോൾ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് നേരത്തെ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡിസബിലിറ്റീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്മിഷൻ. ദ എക്സാക്ട് മെക്കാനിസം ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലെപ്രസി ഈസ് നോട്ട് നോൺ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് മെക്കാനിസം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ദെൻ അറ്റ്ലീസ്റ്റ് അണ്ടിൽ റീസെന്റ് ദ മോസ്റ്റ് വൈഡ്ലി ഹെൽഡ് ബിലീഫ് വാസ് that the disease was transmitted by contact between cases of leprosy and healthy persons. So ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ബൈ കോണ്ടാക്ട് ബിറ്റ്വീൻ കേസസ് ഓഫ് ലെപ്രസി ആൻഡ് ഹെൽത്തി പേഴ്സൺസ്. ഓക്കെ, അവിടെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. ഇമ്മ്യൂൺ സിസ്റ്റം എവിടെയാണോ സപ്രസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരുന്നത്, ആ സമയത്ത് ലെപ്രസി പേഷ്യൻസിൽ നിന്ന് എന്ത് വരാം, ഹെൽത്തി പേഴ്സണിലേക്കും ഈ കേസ് അല്ലെങ്കിൽ ഈ ലെപ്രസി എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് പ്രോബ്ലം എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൺലി എവിഡൻസ്. More recently, the possibility of transmission by the respiratory route is gaining ground. Okay, അപ്പോൾ the possibility of transmission by respiratory route means കുറച്ചും കൂടെ എന്താണ് ഇമ്പോർട്ടൻസിലേക്ക് വന്നിട്ടുണ്ട്. റെസ്പിറേഷൻ വഴി. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് മ്യൂക്കോസൽ സർഫസ് ഓഫ് ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ഐസും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ബൈ ദ റെസ്പിറേറ്ററി റൂട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, there are also other possibilities such as transmission through insects which cannot be completely ruled out. അപ്പോൾ മറ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ത്രൂ ഇൻസെക്ട്സ് ആണ്. പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, അത് നടക്കുമെന്നോ ഉള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. എനിവേ എന്താണ് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ബൈ കോണ്ടാക്ട് ബിറ്റ്വീൻ കേസസ് ഓഫ് ലെപ്രസി ആൻഡ് ഹെൽത്തി പേഴ്സൺ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ത്രൂ ദ റെസ്പിറേറ്ററി റൂട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കേസിൽ അത് മീൻസ് അത്രയും നമുക്ക് റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഇൻസെക്ട് വഴിയും ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് ഡയഗ്നോസിസ്. ക്ലിനിക്കൽ സൈൻസ് ആർ ഈസി ടു ഒബ്സർവ്. നമുക്ക് ക്ലിനിക്കലി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. In a country or area with a high incidence of leprosy, an individual should be regarded as having leprosy if he or she shows only one of the following cardinal signs. അപ്പോൾ ലെപ്രസി ഇൻസിഡൻസ് ഉള്ള ഒരു കൺട്രിയിൽ ഒരു ഇൻഡിവിജ്വലിന് എന്താണ് ലെപ്രസി ഉണ്ടെന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന താഴെ പറയുന്ന രണ്ട് കാർഡിനൽ സൈൻസ്, ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സൈൻസ്, ഓക്കെ, അല്ലെങ്കിൽ സിംറ്റം ഉണ്ടായിരിക്കണം. എന്താണ്? സ്കിൻ ലീഷൻ കൺസിസ്റ്റന്റ് വിത്ത് ലെപ്രസി ആൻഡ് വിത്ത് ഡെഫിനിറ്റ് സെൻസറി ലോസ് വിത്ത് ഓർ വിത്തൗട്ട് തിക്കൻഡ് നെർവ്സ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്.
സ്കിൻ ലീഷൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, കൺസിസ്റ്റന്റ് വിത്ത് ലെപ്രസി ആൻഡ് വിത്ത് ഡെഫിനിറ്റ് സെൻസറി ലോസ്. സ്കിൻ ലീഷൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതും വേണം. സെൻസറി ലോസ്, സെൻസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു ഡിസബിലിറ്റി, വിത്ത് ഓർ വിത്തൗട്ട് തിക്കൻഡ് നെർവ്സ്. ഒന്നുകിൽ നെർവിന്റെ സ്റ്റെം എന്ത് ചെയ്യും, തിക്കൻ ചെയ്യും, ഇല്ലെങ്കിൽ തിക്കൻ ചെയ്യണമെന്നില്ല, എന്തായാലും സെൻസറി ലോസ് ഉണ്ടാവും. സ്കിൻ ലീഷന്റെ കൂടെ സെൻസറി ലോസ് ഉണ്ടാവും. ദെൻ പോസിറ്റീവ് സ്കിൻ സ്മിയേഴ്സ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ആണ്, ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് സ്കിൻ സ്മിയേഴ്സ് നടത്തുന്ന സമയത്ത് പോസിറ്റീവ് ആയിരിക്കണം. ഇത് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാർഡിനൽ സൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കിൻ ലീഷൻ ക്യാൻ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ, യൂഷ്വലി ലെസ് പിഗ്മെന്റഡ് ദാൻ ദ സറൗണ്ടിങ് നോർമൽ സ്കിൻ. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്കിൻ ലീഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ അല്ലെ. ഒന്നുകിൽ സിംഗിൾ ആയിട്ട് കാണാം, ചെറുതായി ഒന്നായിട്ട് തന്നെ കാണാം, ഇല്ലെങ്കിൽ എന്താണ്, മൾട്ടിപ്പിൾ ആയിരിക്കും, ഒരുപാട് കാണാൻ പറ്റും. യൂഷ്വലി ലെസ് പിഗ്മെന്റഡ്, ചിലപ്പോൾ അത് പിഗ്മെന്റഡ് ആയിരിക്കും, ഏതെങ്കിലും കളർ പാച്ചസ് ആയിട്ട് തന്നെ കാണാൻ പറ്റും ദാൻ ദ സറൗണ്ടിങ് നോർമൽ സ്കിൻ. ഓക്കെ, കുറച്ച് നമ്മൾ നോർമൽ സ്കിന്നിന്റെ കളറിൽ നിന്ന് നമുക്ക് എടുത്തറിയാൻ പറ്റും, ആ പാച്ച് അതുപോലെ തന്നെ അറിയാൻ പറ്റും, ആ സ്കിൻ ലീഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും, കാരണം ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. സംടൈംസ് ദ ലീഷൻ ഈസ് റെഡിഷ് ഓർ കോപ്പർ കളർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പിഗ്മെന്റ് അല്ലെങ്കിൽ എന്ത് കളറിലാണ് അത് കാണുന്നത്, ഒന്നുകിൽ റെഡിഷ് അല്ലെങ്കിൽ കോപ്പർ കളേർഡ് ആയിട്ടായിരിക്കും കാണുക. എ വെറൈറ്റി ഓഫ് സ്കിൻ ലീഷൻസ് മേ ബി സീൻ, ബട്ട് മാക്യൂൾസ്, ഫ്ലാറ്റ് പാപ്യൂൾസ്, റേസ്ഡ് ഓർ നോഡ്യൂൾസ് ആർ കോമൺ. മറ്റേ ഫ്ലാറ്റ് ആണ്, പാക്യൂൾസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്, പാപ്യൂൾസ് എന്ന് പറയുന്നത് റേസ്ഡ് ആയിട്ട് നിൽക്കും, നമ്മൾ കൊതുക് കടിച്ചിട്ട് ഉയർന്നു വരുന്നത് പോലെ ഉള്ള സ്ട്രക്ചേഴ്സ്, ഓർ നൊഡ്യൂൾസ് ആയിട്ട് തന്നെ കാണാം. ഇതൊക്കെ കോമൺ ആണ്. ഓക്കെ, ഈ സ്കിൻ ലീഷന്റെ കൂടെ തന്നെ ഇതൊക്കെ കാണാൻ പറ്റും. സെൻസറി ലോസ് ഈസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ലെപ്രസി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ലീഷൻ മാത്രമല്ല, സെൻസറി ലോസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ടിപ്പിക്കൽ ഫീച്ചർ തന്നെയാണ് ലെപ്രസിയുടെ. ദ സ്കിൻ ലീഷൻസ് മേ ഷോ ലോസ് ഓഫ് സെൻസേഷൻ ടു പിൻ, പിക്ക് ആൻഡ് ഓർ ലൈറ്റ് ടച്ച്. അപ്പോൾ എന്താണ്, ഈ സ്കിൻ ലീഷൻ മേ ഷോ ലോസ് ഓഫ് സെൻസേഷൻ. ഇങ്ങനെ സ്കിൻ ലീഷനും ഉള്ള ആൾക്കാരിൽ നമുക്ക് സെൻസറി ലോസ് അറിയാൻ പറ്റും, കാരണം അവരെ ഒരു എന്താണ് പിന്നുകൊണ്ട് കുത്തിയാലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ടച്ചോ ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. തിക്കൻഡ് നെർവ്സ്, മെയിൻലി പെരിഫറൽ നെർവ് ട്രങ്ക്സ്, കോൺസ്റ്റിറ്റ്യൂട്ട് അനദർ ഫീച്ചർ ഓഫ് ലെപ്രസി. നെർവ് ട്രങ്ക്സ്, പെരിഫറൽ നെർവ് ട്രങ്ക്സ്, അതായത് നെർവ് സ്റ്റെം എന്ന് പറയാം അല്ലെ, ബണ്ടിൽ ഓഫ് നെർവ്സ് ഒരുമിച്ച്, അതായത് ഒരു കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രീതി, അതാണ് നമ്മൾ നെർവ് ട്രങ്ക് എന്നോ അല്ലെങ്കിൽ സ്റ്റെം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതൊക്കെ നമ്മൾ എന്ത് പറ്റും, തിക്കായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സ്കിൻ ലീഷൻ, അത് റെഡിഷ് ഓർ കോപ്പർ കളറിൽ കാണാൻ പറ്റും. ദെൻ അതിന്റെ കൂടെ തന്നെ മാക്യൂൾസും പാപ്യൂൾസും നൊഡ്യൂൾസും കാണാൻ പറ്റും. സെൻസറി ലോസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ തിക്കൻഡ് നെർവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, എ തിക്കൻഡ് നെർവ് ഈസ് ഓഫൺ അക്കംപനീഡ് ബൈ അതർ സൈൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഡാമേജ് ടു ദ നെർവ്. അപ്പോൾ ഈ തിക്കൻഡ് നെർവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻസ് അല്ലെങ്കിൽ സെൻസറി കപ്പാസിറ്റി എല്ലാം നമുക്ക് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതെന്തിന് കാരണവും ആസ് എ റിസൾട്ട് ഓഫ് അക്കംപനീഡ് ബൈ അതർ സൈൻസ്, മറ്റ് പ്രോബ്ലംസിലേക്കൊക്കെ വഴിതെളിക്കും. ദീസ് മേ ബി ലോസ് ഓഫ് സെൻസേഷൻ ഇൻ ദ സ്കിൻ ആൻഡ് വീക്കൻസ് ഓഫ് മസിൽ സപ്ലൈഡ് ബൈ ദ അഫക്റ്റഡ് നെർവ്. അപ്പോൾ അതിനകത്ത് നംനെസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരും അല്ലെ, നമ്മൾ മരവിച്ച് പോകുന്ന ഒരു അവസ്ഥ, ലോസ് ഓഫ് സെൻസേഷൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും മസിൽസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദീസ് സൈൻസ്, nerve thickening by itself without sensory loss or muscles weakness is often not a reliable sign of leprosy. In the absence of these signs, ഈ സൈൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്കിൻ ലീഷൻസ്, അതുപോലെ തന്നെ പാപ്യൂൾസ്, മാക്യൂൾസ്, നൊഡ്യൂൾസ്, സെൻസറി ലോസ്, തിക്കൻഡ് നെർവ്സ്, ഇതൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, nerve thickening by itself, പല കണ്ടീഷനുകളിലും എന്ത് വരാം, nerve thickening വരാം വിത്തൗട്ട് സെൻസറി ലോസ് ഓർ മസിൽ വീക്ക്നെസ്. അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള നെർവ് തിക്കനിങ് വന്നിട്ടുണ്ടെങ്കിൽ സെൻസറി ലോസ് ഉണ്ടോ, മസിൽ വീക്ക്നെസ് വന്നിട്ടുണ്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ലെപ്രസി ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സെൻസറി ലോസ് ഉണ്ടോ എന്ന് നോക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കുക, ലീഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെപ്രസി ആയിട്ട് എന്തെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലെപ്രസി ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് സ്കിൻ സ്മിയർ റിസൾട്ട്. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2 കാർഡിനൽ സയൻസ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്, ലെപ്രസി ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ക്ലിനിക്കലി നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ സയൻസ് കാണാൻ പറ്റും.
മെയിൻ ആയിട്ടും ലീഷൻസ് തന്നെയാണ് അല്ലെ, സ്കിൻ ലീഷൻസ് തന്നെയാണ്. നമ്മൾ പറഞ്ഞാണ് റെഡിഷ് കളറിൽ അല്ലെങ്കിൽ കോപ്പർ കളറിലായിരിക്കും ആ സിംറ്റംസ് അല്ലെങ്കിൽ ആ പാച്ചസ് കാണുന്നത്, ലീഷൻസ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ സ്മിയർ റിസൾട്ട് ഉണ്ടായിരിക്കണം. In the classification based on skin smears, patients showing negative smears at all sites are said to have posibacillary leprosy, that is PB, while those showing positive smears at any site are said to have multibacillary leprosy, that is MP. അപ്പോൾ രണ്ടായിട്ട് തിരിക്കുന്നു, പി ബിയും എം ബിയും. അപ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പേഷ്യൻറ്റ് ഷോയിങ് നെഗറ്റീവ് സ്മിയേഴ്സ് അറ്റ് ഓൾ സൈറ്റ്സ് ആർ സെഡ് ടു ഹാവ് പോസിബാസിലറി ലെപ്രസി. ഓക്കെ, ലെപ്രസി അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റ് സ്മിയർ ടെസ്റ്റിനകത്ത്, സ്കിൻ സ്മിയേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പോസിബാസിലറി ലെപ്രസി എന്ന് പറയാം. ആൻഡ് ദോസ് ഷോയിങ് പോസിറ്റീവ് സ്മിയർ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അറ്റ് എനി സൈറ്റ് എവിടത്തെ ആണെങ്കിലും പോസിറ്റീവ് സ്മിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മൾട്ടി ബാസിലറി ലെപ്രസി എന്ന് പറയാം, ദാറ്റ് ഈസ് MP. Treatment. Leprosy is curable with a combination of drugs known as multi-drug therapy. MDT എന്ന് പറയാം അല്ലെ, multi-drug therapy. As the treatment of leprosy with only one anti-leprosy drug, that is known as monotherapy, will result in development of drug resistance to that drug. അപ്പോൾ കൂടുതൽ മൾട്ടി ഡ്രഗ് തെറാപ്പി യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഏത് ഒഴിവാക്കാം? ഈ ഡെവലപ്മെന്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻസ് ഒഴിവാക്കാം. കാരണം ഒരു ഡ്രഗ് തന്നെ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഒരു ബാക്ടീരിയം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മൈക്രോ ബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ബാക്ടീരിയം എന്ത് ചെയ്യും? ആ ഡ്രഗുമായിട്ട് യൂസ്ഡ് ആവും അല്ലെ. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ, പല ഡ്രഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻട്രൊഡ്യൂസ് ഓർ ഡെവലപ്പ് ദ ഡ്രഗ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി. അപ്പോൾ ഓർഗാനിസത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ മൾട്ടി ഡ്രഗ് തെറാപ്പി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമ്മൾ രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് ഒന്ന്, വൈകുന്നേരം ഒന്ന് വേറെ വേറെ ഡ്രഗുകളാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ ഒരു ഡ്രഗാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് സ്ട്രെയിൻ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ ബാക്ടീരിയ. ഓക്കെ, the combination of drug used in the MDT depends on the classification of the disease. അപ്പോൾ അത് പോസിബാസിലറി ആണോ അല്ലെങ്കിൽ മൾട്ടി ബാസിലറി ലെപ്രസി ആണോ എന്ന ബേസിസിലാണ് ഡ്രഗ് കോമ്പിനേഷൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. റിഫാംപിസിൻ, the most important anti-leprosy medicine, is included in the treatment of both types of leprosy. അപ്പോൾ അത് പോസിബാസിലറി ആണെങ്കിലും ശരി, മൾട്ടി ബാസിലറി ലെപ്രസി ആണെങ്കിലും ശരി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് എന്ന് പറയുന്നത്, ഡ്രഗ് ഓഫ് ചോയ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ഡ്രഗ് എന്നൊക്കെ പറയുന്നത് റിഫാംപിസിൻ തന്നെയാണ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആന്റി ലെപ്രസി മെഡിസിൻ. അത് ഏത് കേസിനാണെങ്കിലും, രണ്ട് കേസിനാണെങ്കിലും കൊടുക്കാൻ പറ്റും. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് മൾട്ടി ബാസിലറി ലെപ്രസി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ്സ് എ കോമ്പിനേഷൻ ഓഫ് റിഫാംപിസിൻ, ക്ലോഫാസിമിൻ ആൻഡ് ഡാപ്സോൺ. ഓക്കെ, 3 ഡ്രഗ്സുകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? റിഫാംപിസിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആന്റി ലെപ്രസി ഡ്രഗ് ആണ്, നമുക്ക് രണ്ടിനും കൊടുക്കാം. മൾട്ടി ബാസിലറി ആണെങ്കിലും ശരി, പോസിബാസിലറി ആണെങ്കിലും ശരി. ദെൻ അതിന്റെ കൂടെ ക്ലോഫാസിമിൻ ആൻഡ് ഡാപ്സോൺ ഏതിന്റെ കാര്യത്തിൽ? മൾട്ടി ബാസിലറി ലെപ്രസി ആണെങ്കിൽ. ആൻഡ് ഫോർ പേഷ്യൻസ് വിത്ത് പോസിബാസിലറി ലെപ്രസി, മൾട്ടിപ്പിൾ ഡ്രഗ് ട്രീറ്റ്മെന്റ് യൂസേഴ്സ് എ കോമ്പിനേഷൻ ഓഫ് റിഫാംപിസിൻ ആൻഡ് ഡാപ്സോൺ. അവിടെ നമ്മൾ ക്ലോഫാസിമിൻ യൂസ് ചെയ്യുന്നില്ല ഇൻ ദ കേസ് ഓഫ് പോസിബാസിലറി. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൾട്ടി ബാസിലറി ലെപ്രസി we use the combination of rifampicin, clofazimine and dapsone. But in the case of posibacillary, we use rifampicin and dapsone, not using the clofazimine. Okay, അപ്പോൾ ഇതാണ് അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. എഴുതി വെച്ചോണം, പഠിച്ചോണം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ആർമഡിലോസ്. നിങ്ങൾ ആർമഡിലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ശരിക്കും നമ്മുടെ പൂച്ചയുടെ അത്രയും സൈസുള്ള ഒരു പിന്നെ ഓർഗാനിസം ആണ്. With thick, tough skin and hard, flexible carapace armoring most of their body. Rudyard Kipling suggested that armadillos were a blend of tortoise and porcupine. That is മുള്ളംപന്നി. ഓക്കെ, ആമയുടെയും അല്ലെങ്കിൽ പോർക്കുപ്പിൻ്റെയൊക്കെ ഒരു എന്താണ് ബ്ലെൻഡ് ആണ് ഏതെന്ന് പറയുന്നത്, ആർമഡിലോസ് എന്ന് പറയുന്നത്. ദേ ആർ മാമൽസ് തന്നെയാണ് ഓഫ് ദ ഓർഡർ സെനാത്ര ആൻഡ് റിലേറ്റഡ് ടു സ്ലോത്ത്സ് ആൻഡ് ആൻറ്റീറ്റേഴ്സ്. ആൻറ്റീറ്റേഴ്സിൻ്റെയും സ്ലോത്തിൻ്റെയൊക്കെ ഓർഡറിൽ വരുന്നതാണ്. Their normal body temperature ranges from 33 to 35 degrees Celsius, and it was this trait that first attracted the attention of leprosy researchers. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ പോലെ തന്നതാണ്. ആർമഡിലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ലെപ്രസി റിസർച്ചിന് വളരെയധികം
ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഓർഗാനിസം. ഇതിനകത്താണ് അവരെന്ത് ചെയ്തത്, റിസർച്ചേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കണ്ടുപിടിച്ചത് ആംബുലോസ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് എ ലാബ് എക്സ്പെരിമെന്റൽ ആനിമൽ ആണ് ആംബുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ മൈക്രോബാക്ടീരിയം ലെപ്രസി. ലെപ്രസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മൈക്രോബാക്ടീരിയം ലെപ്രയാണ് ഓർഗാനിസം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് ആൾക്കാരിലും, കുഞ്ഞുകുട്ടി മുതൽ അല്ലെങ്കിൽ വലിയ ആൾക്കാർ വരെ ഏത് ഏജ് ഗ്രൂപ്പിലും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ് മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്നത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ക്യൂറബിൾ. ഓക്കെ, ക്യൂറബിൾ ആണ്. And early treatment avoids most disabilities. And we need to go for the early treatment. That means detection and early treatment. Then പിന്നെ നമ്മൾ പറഞ്ഞ ട്രാൻസ്മിഷൻ ആണ്. ഇറ്റ്സ് നോട്ട് നോൺ എന്നാണ് പറഞ്ഞത്, എക്സാക്ട് മെക്കാനിസം അറിയില്ല. ആൻഡ് ബട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ത്രൂ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ കേസസ് ഓഫ് ലെപ്രസി ആൻഡ് ഹെൽത്തി പേഴ്സൺ ആൻഡ് ഓൾസോ ബൈ ദ റെസ്പിറേറ്ററി റൂട്ട്. ആൻഡ് ലോ ഫീസിബിൾ ഫോം എന്ന് പറയുന്നത് that is through the insects, transmission through the insects. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട് the case is through the contact between cases of leprosy and healthy person or through the respiratory route. പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസിനകത്ത് ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കിൻ ലീഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സെൻസറി ലോസ്, ദെൻ തിക്കൻഡ് നെർവ്സ്. 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഏതാണ്? സ്കിൻ ലീഷൻ, അതുപോലെ തന്നെ സെൻസറി ലോസ്, തിക്കൻഡ് നെർവ്സ്. പോസിറ്റീവ് സ്കിൻ സ്മിയേഴ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ സ്കിൻ ലീഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ റെഡിഷ് ഓർ കോപ്പർ കളേർഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മാക്യൂൾസും പാപ്യൂൾസും നൊഡ്യൂൾസും ഒക്കെ കാണാൻ പറ്റും. സെൻസറി ലോസ് ഉണ്ടാവും, തിക്കൻഡ് നെർവ്സ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. പിന്നെ നമ്മൾ പറഞ്ഞത് 2 ടൈപ്സ് ഓഫ് ലെപ്രസി ആണ്, പോസി ബാസിലറി ലെപ്രസി, മൾട്ടി ബാസിലറി ലെപ്രസി. ദാറ്റ്സ് ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ, ബേസ്ഡ് ഓൺ ദ സ്കിൻ സ്മിയേഴ്സ്. നെഗറ്റീവ് സ്മിയേഴ്സ് ആണെങ്കിൽ ദറ്റ് ഈസ് പോസി ബാസിലറി ലെപ്രസി ആയിരിക്കും. And the positive smears pin out that what is multi-bacillary leprosy. The treatment in other multi-drug therapy ആണ് നമ്മൾ കൊടുക്കുന്നത്. Otherwise we can't avoid the development of drug resistance. So for the prevention of drug resistant by the mycobacterium, we need to go for the multi-drug therapy, that is MDT. Okay, then the combination of drug used in the MDT depends on the classification of the disease നമ്മൾ പറഞ്ഞു. And drug of choice is rifampicin. It's very important for the both types, that is for the posibacillary and multi-bacillary leprosy. റിഫാംപിസിൻ്റെ കൂടെ തന്നെ ക്ലോഫാസിമിനും അതുപോലെ ഡാപ്സോണും ഏതിൻ്റെ കാര്യത്തിൽ കൊടുക്കും? മൾട്ടി ബാസിലറി ലെപ്രസി ആണെങ്കിൽ കൊടുക്കും. റിഫാംപിസിനും ഡാപ്സോണുമാണ് പോസി ബാസിലറിക്ക് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് എ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഇത് ഇത്രയും പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോയി, ബട്ട് കുറച്ചും കൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം എക്സാമിന് എഴുതുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുക, ബിക്കോസ് നമ്മൾ ഏകദേശം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്, ബട്ട് നീഡ് സംതിങ് മോർ. സോ അതുകൊണ്ട് ആഡ് ഓൺ ചെയ്യുക നോട്ട്സ്, നിങ്ങളുടെ കുറച്ച് നോട്ട്സും കൂടെ ആഡ് ഓൺ ചെയ്യുക, ബിക്കോസ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് നോട്ട്സ് ഫോർ ദിസ് ലെപ്രസി ഇൻ ദ ഇന്റർനെറ്റ് ആൻഡ് ഇൻ സം മാഗസിൻസ് ഓർ in the library books. ഓക്കെ, ഒരുപാട് റിസോഴ്സസ് നമുക്കുണ്ട്. ഹാൻസൺസ് ഡിസീസിനെ കുറിച്ച് പറയുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ദാറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. സോ അതുകൊണ്ട് കളക്ട് ചെയ്യുക, നോട്ട്സ് കളക്ട് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈസി ആയിട്ട് പോയതല്ല, ഇത് WHO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റഡി വെൽ, ഓൾ ദി ബെസ്റ്റ്.